കലാഭവൻ മണി സ്മാരക നാടൻ കലാ പഠന ഗവേഷണ കേന്ദ്രം യാഥാർത്ഥ്യമാവുന്നു. നിർമ്മാണോദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. അതുല്യ പ്രതിഭയായ കലാഭവൻ മണിയുടെ പേരിൽ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ചാലക്കുടി നഗരസഭാ ജംഗ്ഷനിൽ ദേശീയപാതയുടെ കിഴക്കുഭാഗത്തായി വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകിയ 35 സെന്റ് ഭൂമിയിലാണ് 3 കോടി രൂപ ചിലവിൽ സ്മാരകം നിർമ്മിക്കുന്നത്. 6300 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന സ്മാരകം കേരള ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുക. മലയാള സിനിമയിലും നാടൻപാട്ടിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാഭവൻ മണിയുടെ പേരിൽ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കലാഭവൻ മണിയുടെ നാമധേയത്തിൽ ഒരു പഠന കേന്ദ്രം, ഒരു ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ, അതിനെ തുറന്നു കുറിക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ അതിയായി സന്തോഷിക്കുന്നു. നമ്മുടെ എല്ലാം മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു കലാകാരനാണ് കലാഭവൻ മണി. അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നാടുകൾ വേണ്ടി പ്രണാമം അർപ്പിക്കുകയാണ്. കലാഭവൻ മണിയുടെ പ്രതിമ, ഡിജിറ്റൽ ലൈബ്രറി, നാടൻ പാട്ടുകളുടെ ശേഖരണവും പ്രദർശനവും, മൾട്ടിപർപ്പസ് ഹാൾ, ഓഫീസ് റൂം, റീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കും. ചെണ്ടവാദ്യത്തിൽ വിസ്മയം തീർക്കുന്ന ചാലക്കുടി സ്വദേശിനിയായ MV സംവേദയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന കലാകാരന്മാർ കലാഭവൻ മണിയുടെ പാട്ടുകളിലൂടെ ആദരമർപ്പിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.